പരിപ്പ് വടയും പഴംപൊരിയും. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തെ ഒരു കഥ പറയാം. ആ കാലഘട്ടത്തിൽ പഴംപൊരിയും പരിപ്പുവടയും ഒക്കെ എൻ്റെ ചില വീക്ക്നെസ് ആയിരുന്നു. അതിനുവേണ്ടി കാട്ടിക്കൂട്ടിയ ഒരു കുണ്ടാമണ്ടി, ഒരു പാവത്താനെ കുഴപ്പത്തിലാക്കിയ ഒരു സംഭവം. ഇരിങ്ങാലക്കുട ബോയ്സ് ഹൈസ്കൂളിൽ 8Fലാണ് പഠിക്കുന്നത്. ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ലോനപ്പ മാഷാണ്. അന്ന് ക്ലാസ്സിൽ ഏറ്റവും അടുത്ത ഒരു സ്നേഹിതനുണ്ടായിരുന്നു. ഏറ്റവും അടുത്ത സ്നേഹിതൻ എന്ന് പറയാൻ കാരണം എന്നെപ്പോലെ തന്നെ മുതിർന്ന കുട്ടിയായിരുന്നു അവനും. ഷേഖ്, അതാണ് അവൻ്റെ പേര്. ഷേഖിന് സ്കൂളിനടുത്തൊരു ചായപ്പീടിക ഉണ്ടായിരുന്നു. മിക്ക ദിവസവും ആ പീടികയിൽ നിന്നും അവൻ എനിക്ക് പരിപ്പുവടയും പഴംപൊരിയും മറ്റും കൊണ്ടു തരാറുണ്ട്. അങ്ങനെയിരിക്കെ 3-4 ദിവസമായി ഷേഖ് ഒന്നും കൊണ്ടു തരുന്നില്ല. എങ്കിൽ ഇവനെ ഒന്ന് പറ്റിക്കണമെന്ന് ഞാനും. അന്ന് ക്ലാസ്സിൽ വന്ന് സ്കൂളിൽ പുതുതായി വന്നൊരു ടീച്ചറായിരുന്നു. ഷേഖിനൊരു പതിവുണ്ട്. ഉച്ചയ്ക്ക് ആദ്യത്തെ പീരീഡ് സുഖമായി ബെഞ്ചിൽ കമിഴ്ന്ന് കിടന്നുറങ്ങും. അന്നും പതിവ് പോലെ ഷേഖ് ഉറക്കം ആരംഭിച്ചു. ഇതൊന്നും ശ്രദ്ധിക്കാതെ പുതുതായി വന്ന ടീച്ചർ ക്ലാസ് എടുക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് ഒരു ബുദ്ധി ഉദിച്ചത്. ഞാൻ പതിയെ ഷേഖിനെ തോണ്ടി. അവൻ പിടഞ്ഞുണർന്നു. ഉണർന്ന വഴി തന്നെ ഞാൻ അവനോട് പറഞ്ഞു, ടീച്ചർ നിന്നെ വിളിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഷേഖിനാകെ അങ്കലപ്പായി. ഞാൻ ഷേഖിനെ തോണ്ടി. അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. ടീച്ചർ എഴുന്നേൽക്കാൻ പറഞ്ഞിട്ടാവുമെന്ന് കരുതി ഷേഖ് എഴുന്നേറ്റ് നിന്നു. പിന്നിൽ ഞങ്ങളുടെ അടുത്തു നിന്നുള്ള ബഹളമൊക്കെ കേട്ട് ടീച്ചർ പുസ്തകത്തിൽ നിന്നും കണ്ണെടുത്തിട്ട് ഞങ്ങൾ ഇരുന്ന ഭാഗത്തേക്ക് നോക്കി. എന്താ ബഹളമെന്നുള്ള ഭാവത്തിലുള്ള ടീച്ചർ നോട്ടം കണ്ടപ്പോൾ ഷേഖിന് മനസ്സിലായി ടീച്ചർ എന്തോ പറഞ്ഞിട്ടാവും അവിടേക്ക് നോക്കിയതെന്ന്. അവൻ്റെ പരിങ്ങൾ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ദേ ടീച്ചർ നോക്കുന്നു. എൻ്റെ ഷേഖെ, നീ വേഗം ചെല്ലേ. അപ്പോഴോ അവന് പോകാനൊരു മടി പോലെ. വീണ്ടും ഞാൻ പറഞ്ഞു, എൻ്റെ ഷേഖെ, നീ ചെന്നില്ലെങ്കിലോ ടീച്ചർ കൊല്ലും, ഭയങ്കര കുഴപ്പമാകും. ആ ടീച്ചറും ഭയങ്കരയാണെന്നാണ് ഞാൻ കേട്ടത്. എന്തിനാ വെറുതെ കുഴപ്പമുണ്ടാക്കുന്നത്? എൻ്റെ പൊന്നു ഷേഖെ, നീ ചെല്ലേ. ഷേഖിനെ നോക്കും, പിന്നെ ടീച്ചറിനെ നോക്കും. ടീച്ചറിനും ഇയാൾ എന്തിനാണ് എഴുന്നേറ്റ് നിൽക്കുന്നതെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതെന്നൊന്നും പിടികിട്ടിയതുമില്ല. പിന്നെ ഷേഖിൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഷേഖെ, ഇതാ ടീച്ചർ വീണ്ടും വിളിക്കുന്നു. നീ കുഴപ്പമുണ്ടാക്കാതൊന്നു ചെല്ലാനാ പറഞ്ഞത്. എൻ്റെ നിർബന്ധം സഹിക്കാണ്ടായപ്പോൾ പാവം പേടിച്ചിട്ട് പതുക്കെ പതുക്കെ മുന്നോട്ട് പോകാനായി ആഞ്ഞു. അവന് സുഖമായി ഇറങ്ങിപ്പോകാൻ പാകത്തിൽ ഞാൻ കാലൊക്കെ ഒതുക്കി മാറ്റി കൊടുത്തു. പാവം പേടിച്ചിട്ട് കൈയൊക്കെ ഒരു പ്രത്യേക തരത്തിൽ പിടിച്ചിട്ട് ആ ടീച്ചറിൻ്റെ അടുത്തേക്ക് പതിയെ പതിയെ നടന്നു നീങ്ങി. ഇവൻ കുറച്ചു ടീച്ചറിനോട് അടുക്കാറായപ്പോൾ ടീച്ചർ എന്നെ ഒന്ന് നോക്കി. അപ്പോൾ ഞാനും വല്ലാത്തൊരു ഭീതിയിൽ മുഖം പിടിച്ചു. ഏതാണ്ട് എൻ്റെ മുഖഭാവം കണ്ടാൽ തോന്നും, ദൈവമേ, എന്താണാവോ സംഭവിക്കാൻ പോകുന്നത്. ടീച്ചറും അവനും തമ്മിൽ ഏതാണ്ട് ഒരു കൈപ്പാട് അകലത്തിലെത്തി. ടീച്ചറാണെങ്കിൽ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇവൻ എന്തിനാണ് വരുന്നതെന്ന് ടീച്ചർക്കൊരു പിടിയും കിട്ടിയില്ല. ഇവനെ അതിനെ ടീച്ചർ വിളിച്ചിട്ടും മറ്റുമില്ലല്ലോ. ക്ലാസ്സിലാണെങ്കിൽ ആകെ നിശബ്ദതയും. കുട്ടികൾക്കും ഒരു പിടിയും കിട്ടിയില്ല. ഷേഖ് എന്തിനു ചെല്ലുന്നതെന്നും അവർക്കും അറിയില്ല. ടീച്ചറിന് ഷേഖിന് തൊടാമെന്ന മട്ടായപ്പോൾ കയ്യിലിരുന്ന പുസ്തകം താഴേക്ക് വലിച്ചെറിഞ്ഞിട്ട് എൻ്റെ അമ്മോ എന്ന് വിളിച്ച് ടീച്ചർ ഒരൊറ്റ ഓട്ടം ഓടി. ടീച്ചറിൻ്റെ എൻ്റെ അമ്മോ എന്നുള്ള വിളിയും ഓട്ടവും എല്ലാം കൂടി കണ്ട് ഷേഖും ആകെ പരിഭ്രമിച്ച് നിൽക്കുന്നു. തിരിഞ്ഞിട്ട് വിക്കി വിക്കി എന്നോട് ചോദിച്ചു, ഇതെന്താ ടീച്ചർ കരഞ്ഞുകൊണ്ട് ഓടിയത്? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. ടീച്ചറിൻ്റെ ഓട്ടവും വിളിച്ചു കൂവലും കേട്ട് മറ്റു ക്ലാസ്സിലുള്ള അധ്യാപകരും കുട്ടികളും ശ്രദ്ധിച്ചു. ആ ടീച്ചേഴ്സ് റൂമിൽ ചെന്ന് പറഞ്ഞു, ക്ലാസ്സിലെ ഒരു കുട്ടി ടീച്ചറെ പിടിക്കാൻ ചെന്നെന്നോ, ടീച്ചർ പേടിച്ചു കരഞ്ഞുകൊണ്ട് ഓടിയെന്നും മറ്റും. ടീച്ചറിൻ്റെ ഈ വരവ് കണ്ട് അവരും ആകെ അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് ടീച്ചർ കരഞ്ഞുകൊണ്ട് തന്നെ ഈ സംഗതി പറഞ്ഞത്. എന്നെയും വീട്ടുകാരെയും വ്യക്തിപരമായി അറിയാവുന്ന ഒരു മാഷുണ്ട്, കുറ്റിക്കാടിൻ്റെ അബ്രഹാം മാഷ്. അദ്ദേഹം ഡ്രോയിങ് മാഷാണ്. അദ്ദേഹവും കുറേ മാഷുമാരും കൂടി ഞങ്ങളുടെ ക്ലാസ്സിലെത്തി. വയലോപ്പള്ളി മാഷാണ് ഹെഡ് മാസ്റ്റർ. അദ്ദേഹമുണ്ട് പിന്നിൽ. പക്ഷേ തല്ലാനായിട്ട് അന്ന് സ്പെഷ്യലായിട്ട് കൊണ്ടുവരുന്നത് അബ്രഹാം മാഷിനെയാണ്. അബ്രഹാം മാഷൊന്നും ജീവിച്ചിരിപ്പില്ല. ഇവർ വന്ന വഴി തന്നെ ഷേഖിനെ വിളിച്ചു. എന്നിട്ട് തല്ലു വിദഗ്ധനായ അബ്രഹാം മാഷ്, നീ ടീച്ചറിനെ കയറി പിടിക്കും അല്ലടാ എന്ന് ചോദിക്കുകയും പാവം ഷേഖിനിട്ട് ഒരു 4-5 പടയങ്ങ് പേടച്ചു. അടിയും കൊടുത്ത് ഷേഖിനെ പുറത്തേക്ക് കൊണ്ടുപോകും വഴി അബ്രഹാം മാഷ് തിരിഞ്ഞു നിന്ന് ചോദിച്ചു, എവിടെ തെക്കേത്തല, എവിടെ നമ്മുടെ ഇന്നസെൻ്റ്? എനിക്കറിയാം എന്തോ കുണ്ടാമണ്ടി ഉണ്ടെങ്കിലും എന്നെയാവും അന്വേഷിക്കാമെന്ന്. ഇവർക്ക് വേറെ പണിയില്ലല്ലോ. ഞാൻ അതുകൊണ്ട് ഇവർ വന്ന് കയറിയപ്പോൾ തന്നെ ഒരു പെൻസിലെടുത്ത് താഴ്ത്തിട്ടു. വെറുതെ കുനിഞ്ഞിരുന്നു. തപ്പയെ തുടങ്ങി. വേറൊന്നുമല്ല, ഇവരെന്നെ കാണേണ്ടെന്ന് കരുതിയിട്ടാണ് വേല. എന്നെ കാണാണ്ടായപ്പോൾ വീണ്ടും അബ്രഹാം മാഷിൻ്റെ അന്വേഷണം. എന്തേ, അവനിവിടെ ഇല്ലേ? ആ ചോദ്യം കേട്ടതോ നമ്മളെ ചൂണ്ടിക്കൊടുക്കാനായിട്ട് കച്ച കെട്ടിയിരിക്കുന്ന കുറേ കക്ഷികളുണ്ടല്ലോ, അവർ വിളിച്ച് പറഞ്ഞു, ഉണ്ട്, ദാണ്ടെ പിന്നിലിരിപ്പുണ്ട്. ഞാൻ പതുക്കെ എഴുന്നേറ്റിരിക്കുന്നത് കണ്ട് മാഷ് ചോദിച്ചു, എന്താടോ? ഞാൻ പറഞ്ഞു, ഇല്ല, ഒന്നുമില്ല, എനിക്കൊന്നും അറിയില്ല. അല്ല, താനൊരു കാര്യം ചെയ്യേ, താനും വാ. അബ്രഹാം മാഷിൻ്റെ വിളി കണ്ടപ്പോൾ ഞാൻ സംശയം ചോദിച്ചു, ഞാനിതിനാ മാഷെ വരുന്നത്? എനിക്കൊന്നും അറിയില്ല. ഇതും പറഞ്ഞ് ഞാൻ മാഷിനടുത്തേക്ക് ചെന്നു. അടുത്ത് ചെന്നപ്പോൾ വീണ്ടും മാഷിനോട് ചോദിച്ചു, എന്താ ഉണ്ടായത്? ഞാൻ മാഷിനോട് പറഞ്ഞു, മാഷു വാ, ഞാൻ പറയാം.
മാഷ് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ടീച്ചർ ഇവിടെ നിന്ന് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ഇവൻ അങ്ങോട്ട് പോണ കണ്ടു. പോയതുകൊണ്ട് തൊട്ടടുത്തെത്തിയ വഴിക്ക് ടീച്ചർ ഒരു ഒറ്റ ഓട്ടം ഓടുന്നു കണ്ടു. എൻ്റെ അമ്മോ, എൻ്റെ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലാതെ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. മാഷേ, ഞാൻ പോയിരിക്കട്ടെ? ഇത് പറഞ്ഞു തീർന്നതും അബ്രഹാം മാഷ് പറഞ്ഞു, നീ പോയിരിക്കണ്ട. ഇത് പറഞ്ഞു തീർന്നതും മാഷ് എനിക്കിട്ട് 2 പെടയും പടച്ചു. അതും ചെകിട്ടത്ത്. അടി കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല ഇതെന്തിനാ എന്നെ തല്ലണേ? അപ്പോൾ അബ്രഹാം മാഷ് പറയാ, നിന്നെ തല്ലണത് എന്തിനാണെന്ന് നീ ചോദിക്കണ്ട. നിനക്കിഷ്ടം പോലെ ഞാൻ തല്ലു തരാനായിട്ട് ബാക്കി കിടപ്പുണ്ട്. അതിലേക്ക് നീ തങ്ങോട്ട് വരവ് വെച്ചാൽ മതി. ഈ 2 തന്നെന്ന് വെച്ച് നിനക്ക് നഷ്ടമൊന്നും വരാനില്ല. ഇനിയും നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനേ ഉള്ളൂ. അതുകൊണ്ട് നീ ആ പുണ്യമൊന്നും പറയണ്ട. മാത്രമല്ല നീയും വാ. ഗത്യന്തരമില്ലാതെ അവരുടെ ഒപ്പം ഞാനും നടന്നു. ടീച്ചേഴ്സ് റൂമിൽ ചെന്നപ്പോൾ എല്ലാ മാഷന്മാരും അവിടെ കൂടിയിരിപ്പുണ്ട്. എന്ന് വെച്ചാൽ ഒരു കുട്ടി ടീച്ചറിനെ കയറി പിടിക്കാൻ പോയതല്ലേ, കൊച്ചു കാര്യം വല്ലതുമാണോ? പാവം ഷേക്കും ഏതാണ്ടൊരു വല്ലാത്ത പരുവത്തിൽ അവിടെ നിൽപ്പുണ്ട്. എന്നെയും അവനരികിലായി നിർത്തി. അതുകൊണ്ട് അതുവരെ ഷേക്കിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന മാഷന്മാരും ടീച്ചർമാരുടെയും കണ്ണ് എൻ്റെ നേർക്കുമായി. അവരുടെയൊക്കെ മുഖത്തൊരു സംശയത്തിൻ്റെ നിഴൽ. ഇതിൻ്റെ പിന്നിൽ ഞാനായിരിക്കും. സത്യം എന്താണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. അവർക്കിങ്ങനെ സംശയിച്ച് നോക്കാനല്ലേ പറ്റൂ. മാഷന്മാരിൽ പലരും ഷേഖിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ്ടാ കളിക്കാണോ? നിനക്കിതാ പ്രായമായില്ലേ? എന്താണ്ടാ നീ ഇതൊക്കെയാണോ പഠിച്ചു വെച്ചേക്കണേ? ഇതാണെന്നൊക്കെ തരത്തിന് ഓരോരുത്തരും ക്ലാസ്സും മുറയും നടത്തുന്നുണ്ട്. ആകെ ഭയങ്കര ബഹളം. പാവം ഷേഖ് ഇതെല്ലാം കണ്ടും കേട്ടും മിണ്ടാൻ കഴിയാതെ ആകെ പകച്ചു നിൽക്കുകയാണ്. എന്നിട്ട് അബ്രഹാം മാഷ് ആ ടീച്ചറോട് ചോദിച്ചു, അല്ല ടീച്ചറെ, എന്താ ഉണ്ടായത്? അബ്രഹാം മാഷ് ചോദ്യം കേട്ടപ്പോൾ ആ ടീച്ചർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ കുട്ടി പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് പതുങ്ങി അടുത്തേക്ക് വന്നു. കൂടെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഇത്രയും അടുത്ത് വന്നപ്പോൾ ഞാൻ വിളിച്ചു കൂവിക്കൊണ്ട് ഓടി. അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെന്ന്. അതുകൊണ്ട് ഞാൻ ഓടിയതാ മാഷേ. ഇത് പറഞ്ഞ് അവർ ഏങ്ങി കരയാനും തുടങ്ങി. ഇത് കേട്ടപ്പോൾ എനിക്ക് ആശ്വാസമായി. ഞാൻ ആശ്വാസത്തോടെ തന്നെ പറഞ്ഞു, ഇപ്പോൾ സത്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഞാൻ പോട്ടെ. അബ്രഹാം മാഷ് വലിയ വില്ലനാ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നീ പോകാൻ വരട്ടെ. എന്നിട്ട് ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചർ കരയാതിരേ. എന്തിനാ ടീച്ചർ അങ്ങനെ ഓടിയത്? ശരിക്കും പറഞ്ഞാൽ മാഷിന് ചോദിക്കാൻ ഭയങ്കര മടി. ഇത്രയും ടീച്ചർമാരും മാഷുമാരും കുട്ടികളൊക്കെ നിൽക്കുകയല്ലേ. എന്നിട്ടും അറച്ചറച്ചാണെങ്കിലും മാഷു പിന്നെയും ചോദിച്ചു, അല്ല അങ്ങനെ ഒരു കുട്ടി അടുത്ത് വന്നു, അതിന് ടീച്ചർ ഓടാനുള്ള കാരണം എന്താ? ഏങ്ങിക്കൊണ്ട് തന്നെ ടീച്ചർ പറഞ്ഞു, ഓടാനുള്ള കാരണം ഈ കുട്ടി ഇത്രയും അടുത്ത് വന്നപ്പോൾ ഈ കുട്ടിയുടെ തൊട്ടടുത്താണ് ഈ കുട്ടി ഇരിക്കുന്നത്, ഈ ഇന്നസെൻ്റ്. ഞാൻ പെട്ടെന്ന് ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി, ഇന്നസെൻറ്റിൻ്റെ. അപ്പോഴയാൾ ഓടിക്കുമെന്ന് വായക്കൊണ്ട് ശബ്ദമില്ലാണ്ട് പറഞ്ഞിട്ട് കൈകൊണ്ട് ഓടിക്കുമെന്ന് കാണിക്കുകയും ചെയ്തു. അപ്പോഴെനിക്ക് മനസ്സിലായി എന്താണ് പ്രശ്നമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഓടിയത്. പിന്നെ ഷേഖിനോടായി മാഷുമാരുടെ ചോദ്യം. അവനും ഉണ്ടായ സംഭവം പറഞ്ഞു. പിന്നെ എനിക്ക് കിട്ടിയ അടിക്ക് കയ്യും കണക്കുമില്ല. മാത്രമല്ല ഷേഖിനെ തല്ലിയതിന് മാഷുമാർ അവനോട് തെറ്റുപറ്റിയത് ഏറ്റു പറയുകയും അവന് കൊടുത്തതിൻ്റെ എത്രയോ ഇരട്ടി അടി എനിക്ക് തരികയും ചെയ്തു. എന്നെ തല്ലി നാശമാക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിനുശേഷമാണ് ഞാൻ ടീച്ചേഴ്സ് റൂമിൻ്റെ ഇതിലെയോ മറ്റോ പോകുമ്പോൾ മാഷുമാർ എൻ്റെ നേരെ കഴിച്ചുകൊണ്ട് ചിരിക്കാനും മറ്റും തുടങ്ങിയത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ദാണ്ടറ പോന്നറ കള്ളൻ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കില്ലേ, അതുപോലെ ഒരു ഭ്രാന്തനെയൊക്കെ കണ്ടാൽ കാണിക്കുന്നത് പോലെ ആവും ചിലപ്പോൾ. എപ്പോഴാണ് നമ്മളെ ഇനി കയറി പിടിക്കുക എന്നൊക്കെയുള്ള ലൈനിൽ. പിന്നെ എനിക്ക് ഷോയ്ക്കിനോട് പറയണമെന്നുണ്ടായിരുന്നു, 2 പഴംപൊരിക്കും 2 വടയ്ക്കും വേണ്ടിയാണ് നിന്നെ ഞാൻ ഇത്രയും കുടുക്കിൽ കൊണ്ട് ചാടിച്ചതെന്ന്. അവനുമായി ഞാൻ വലിയ അടുപ്പത്തിലാണ്. പക്ഷേ അവനെ കാണാറില്ല. അന്നത്തെ ആ കോപ്രായത്തിന് ഞാൻ അവനോട് മാപ്പ് ചോദിക്കുകയാണ്. വാടകയ്ക്കൊരു ജ്യേഷ്ഠൻ. പഠിക്കുന്ന കാലത്ത് നടന്ന മറ്റൊരു സംഭവം കൂടി പറഞ്ഞാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഇരിങ്ങാലക്കുട സ്കൂളിൽ പഠിക്കുമ്പോൾ ഇളച്ചാർ എന്നൊരു ടീച്ചർ ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ ടീച്ചറുടെ ഒരു മകൻ സജൻ എൻ്റെ അടുത്ത സ്നേഹിതനും ഇന്ന് ഒരു ബാങ്ക് മാനേജറുമാണ്. അന്ന് ഞാൻ വഴക്കും വക്കാണുമൊക്കെ ഒന്നും ഉണ്ടാക്കാറില്ല. ആകെയുള്ള കുഴപ്പം പഠിക്കില്ല. പിന്നെ എല്ലാവരിലും മുതിർന്ന കുട്ടിയെന്ന നിലയിൽ ക്ലാസ്സിലായാലും പുറത്തായാലും മറ്റു കുട്ടികളുടെ ശ്രദ്ധ പിടിച്ചെടുക്കുക, അതിന് വേണ്ടുന്ന ചില നമ്പറുകളൊക്കെ ഇട്ട് അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഒരു ദിവസം ഇളച്ചാർ എന്ന ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളെല്ലാം ടീച്ചറിൽ തന്നെ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ടീച്ചർ തന്നെ ശ്രദ്ധിച്ചിരുന്നാൽ പറ്റില്ലല്ലോ. ഞാനെന്നൊരുത്തനും ഈ ക്ലാസ്സിലുണ്ടെന്ന് വല്ലപ്പോഴെങ്കിലും മറ്റു കുട്ടികൾ ഓർക്കണ്ടേ? എപ്പോഴും വേണ്ട, ടീച്ചർ പഠിപ്പിക്കട്ടെ, അതിനിടയ്ക്ക് ഇവരൊന്ന് ശ്രദ്ധിക്കുക, അത്ര തന്നെ. നോക്കുമ്പോൾ ആരിലും അതിനുള്ള മട്ടൊന്നും കാണുന്നില്ല. കുറേ പേരുടെയെങ്കിലും ശ്രദ്ധ പിടിച്ചെടുക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഞാനെന്തോ ഒരു വികൃതി ഒപ്പിച്ചു. സംഗതി ടീച്ചറുടെ ശ്രദ്ധയിലാണ് ആദ്യം എത്തിയത്. അതിനുശേഷമാണ് കുട്ടികളുടെ ശ്രദ്ധ പിടിച്ചെടുക്കപ്പെട്ടത്. ഇളച്ചാർ ടീച്ചർ എന്നോട് പറഞ്ഞു, എടോ ഇന്നസെൻ്റ് എഴുന്നേൽക്ക്, എന്നിട്ട് പുറത്തിറങ്ങി നിൽക്കുക.
ഇനി അപ്പനെയോ ചേട്ടന്മാരെയോ വിളിച്ചുകൊണ്ട് വന്നിട്ട് താൻ എൻ്റെ ക്ലാസ്സിൽ കയറിയാലും മതി. ഇത് കേട്ടിട്ട് ഞാൻ പറഞ്ഞു, ടീച്ചറെ അതിന് ഇത്രയും ഞാൻ പറഞ്ഞ വഴി തന്നെ എന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ആ ടീച്ചർ വീണ്ടും കൽപ്പിച്ചു. വേണ്ട വേണ്ട, തൻ്റെ ന്യായമൊന്നും വേണ്ട, ഇപ്പോൾ ക്ലാസ്സിൽ നിന്ന് പുറത്തു പോവുക. എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ ആരെയെങ്കിലും വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇനി ക്ലാസ്സിൽ കയറിയാലും മതി. ഗത്യന്തരമില്ലാതെ ഞാൻ ക്ലാസ്സിൽ നിന്നിറങ്ങി ഇറക്കി വിടുക എന്നുള്ളതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. പക്ഷേ അപ്പനെയോ ജ്യേഷ്ഠന്മാരെയോ വിളിച്ചുകൊണ്ടുവരിക ടീച്ചറുടെ ആ ശിക്ഷാവിധി അല്പം കടന്ന പ്രയോഗമായി പോയി. വീട്ടിൽ ചെന്നിത് പറഞ്ഞാൽ പിന്നെ അടിയുടെ കമ്പക്കെട്ടാവും. അത് കാരണം വീട്ടിൽ നിന്ന് ആരെയും കൊണ്ടുവരാൻ കഴിയില്ല. പിന്നെ ഒരു മാർഗമേ ഉള്ളൂ, തൽക്കാലത്തേക്ക് ഒരപ്പനെയോ ചേട്ടനെയോ സംഘടിപ്പിക്കുക. അതെങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാം. പക്ഷേ അങ്ങനെ ഒരാളെ സംഘടിപ്പിക്കുക എന്ന് വച്ചാൽ കുറച്ച് ചിലവുള്ള കാര്യമാണ്. അന്ന് രാത്രി അപ്പം പതിവ് പോലെ മാപ്രാണത്തെ പീടിക പൂട്ടി വന്നു. പോക്കറ്റിൽ കാശുണ്ട്. അതിൽ നിന്നും ഒരു പച്ചത്താൾ, അതായത് ഒരഞ്ച് നോട്ട് ഞാൻ പതിയെ പൊക്കി. പൊക്കൽ അപ്പനെന്നല്ല, ആരും തന്നെ അറിഞ്ഞതുമില്ല. പെട്ടെന്ന് ചേട്ടനാവാൻ പറ്റിയ ഒരാളുടെ മുഖം മനസ്സിൽ വന്നു. അയിനിക്കാടൻ ബേബിച്ചേട്ടൻ. ആള് അല്പം വാട്ടിസാണ്. ഈ 5 രൂപ അങ്ങേരെ ഏൽപ്പിച്ചാൽ സംഗതി നടക്കും. തൽക്കാലത്തേക്ക് ചേട്ടൻ്റെ കാര്യം റെഡി. നേരെ ആ ചേട്ടൻ്റെ അടുത്ത് ചെന്ന് വിവരം പറഞ്ഞു. ബേബിച്ചേട്ട, എന്നെ ടീച്ചർ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. അപ്പനെയോ ചേട്ടനെയോ വിളിച്ചുകൊണ്ട് ചെന്നാലേ ഇനി ക്ലാസ്സിൽ കയറ്റുകയുള്ളൂ. ബേബിച്ചേട്ടൻ എൻ്റെ കൂടെ ഒന്ന് വരണം, സ്കൂൾ വരെ. അന്നേരം അങ്ങേര് പറയുകയാണ്, ഏയ് ഞാൻ വരില്ല, എനിക്ക് പറ്റില്ല. അങ്ങനത്തുള്ള കാര്യങ്ങൾക്കോ ഇനിമേലെൻ്റെ മോനെ, എനിക്കതിനുള്ള ധൈര്യമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കക്ഷി നന്നായി അകത്താക്കുന്ന ആളാണെന്ന്. ഞാൻ പതിയെ പോക്കറ്റിലിരുന്ന ആ പച്ച 5 രൂപ നോട്ട് കിളത്തി ബേബിച്ചേട്ടൻ്റെ കയ്യിൽ വെച്ചു. ഇനിയെങ്കിലും ചേട്ടൻ വരണം, ഇത് ചേട്ടനെടുത്തോ. അന്നൊക്കെ 5 രൂപ എന്ന് പറഞ്ഞാൽ എന്താ വില? ആ പച്ച താള് കണ്ടപ്പോഴേ ബേബിച്ചേട്ടൻ്റെ പറ്റില്ല എന്നുള്ള കട്ടി കുറഞ്ഞു. അത് ഞാൻ ഇങ്ങനെ വിക്കിയായി. ആ മട്ട് കണ്ടപ്പോഴേ എനിക്കുറപ്പായി ബേബിച്ചേട്ടൻ വീണു. ഇനി കുഴപ്പമില്ല, 5 രൂപയിലെ കിട്ടുന്നത് നന്നായി 2 ദിവസം വീശാം. അവസാനം ബേബിച്ചേട്ടൻ വഴങ്ങിയെന്ന് ബോധ്യമായപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടൻ വേറൊന്നും ചെയ്യണ്ട. ടീച്ചർ എൻ്റെ കുറ്റങ്ങൾ പറയുമ്പോൾ ചേട്ടനും അതുപോലെ തന്നെ കുറ്റങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞേക്കുക. എന്നിട്ട് നന്നായി തല്ല് തരണമെന്നും അവന് അങ്ങ് വീട്ടിൽ വന്നേക്കട്ടെ, ഞാൻ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ മതി. അപ്പോഴും നല്ല ധൈര്യം വന്നിട്ടില്ല എങ്കിലും 5 രൂപയുടെ ബലത്തിൽ പുള്ളിക്കാരൻ ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്തു കൊള്ളാമെന്ന് ഏറ്റു. ചേട്ടൻ നല്ല വാശിയിലങ്ങ് നിന്നാൽ മതി. അല്ലാണ്ട് 5 രൂപ തന്നിട്ടുണ്ടെന്ന് വെച്ച് തല്ലരുതെന്നൊന്നും പറയരുത്. അതുപോലെ കുടിച്ചിട്ട് വരരുത്. ഞാൻ പറഞ്ഞതൊക്കെ ബേബിച്ചേട്ടൻ സമ്മതിച്ചു. ഇന്ന് അദ്ദേഹമില്ല, മരിച്ചുപോയി. ഞാൻ അന്ന് സ്കൂളിൽ ചെന്ന് വെളിയിൽ തന്നെയാണ് നിൽപ്പ്. എപ്പോഴും കണ്ണ് റോഡിലേക്കാണ്. ഒരു 10-10:30 ആയിട്ടുണ്ടാവും. നോക്കുമ്പോൾ ബേബിച്ചേട്ടൻ അകലേന്ന് വരുന്നു. എനിക്ക് സമാധാനമായി. ഇനിയെങ്കിലും പുറത്തുള്ള നിൽപ്പ് അവസാനിപ്പിക്കാമല്ലോ. ആൾ കുടിച്ചിട്ടില്ല, മുറുക്കിയിട്ടുണ്ട്. ഞാൻ മനസ്സിൽ സമാധാനിച്ചു. കുഴപ്പമില്ല. അടുത്തെത്തിയപ്പോഴാണ് നല്ല ചാരായത്തിൻ്റെ മണം. എനിക്കാണെങ്കിൽ ആകെ അങ്കലാപ്പായി. കുടിച്ചിട്ട് വരരുതെന്ന് പ്രത്യേകം പറഞ്ഞതാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അരികത്തേക്ക് മാറി നിന്ന് ചോദിച്ചു, ബേബിച്ചേട്ടൻ കുടിച്ചു അല്ലേ? ലേശം കുടിച്ചടാ, എനിക്കൊരു ധൈര്യം കിട്ടാൻ. നിനക്കറിയോ, വല്ലവൻ്റെ ചേട്ടാനെന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ട് അവസാനം പോലീസ് പിടിച്ചാൽ വലിയ കുഴപ്പമാകും. ആൾമാറാട്ടത്തിന് ഞാൻ അകത്താകും. അതുകൊണ്ടാണ് ലേശം അടിച്ചത്, ഒരു ധൈര്യത്തിന്. അധികമില്ലല്ലോ എന്ന സമാധാനത്തിൽ വീണ്ടും ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞൊന്നും ചേട്ടൻ മറക്കില്ലല്ലോ? എന്നിട്ട് തലേദിവസം പറഞ്ഞതൊന്നുകൂടി ഓർമ്മിപ്പിച്ചിട്ട് ഞാൻ അദ്ദേഹത്തെയും വിളിച്ചുകൊണ്ട് ടീച്ചറിനരിയിലേക്ക് പോയി. ചേട്ടൻ വന്നേക്കണമെന്ന് പറഞ്ഞു. ടീച്ചർ ചോദിച്ചു, എന്താ പേര്? എൻ്റെ പേര് ബേബി എന്നാ. ഞാൻ വിളിപ്പിച്ചത് വേറൊന്നുമല്ല, നിങ്ങളുടെ അനിയനല്ലേ ഇത്? അതെ, എൻ്റെ നേരെ താഴ്ത്തവനാ. ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ ടീച്ചറെ? ഇവൻ അങ്ങനൊരു പിഴവ് കെട്ടവനായിപ്പോയി. ഇത് പറഞ്ഞതും ബേബിച്ചേട്ടൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. എന്നിട്ട് വീണ്ടും പറയാണ്, എൻ്റെ ടീച്ചറെ, ഉപദേശിക്കാവുന്നിടത്തോളം ഉപദേശിച്ചു, തല്ലാവുന്നിടത്തോളം ഞാൻ തല്ലി. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊരു കുരിശ് വന്നതിൽ ടീച്ചർക്കറിയില്ല. ഇതാണെന്നുള്ള പുള്ളി നിന്നങ്ങ് കാച്ചുകയാണ്. ബേബിച്ചേട്ടൻ്റെ കണ്ണിൽ വെള്ളം നിറയുന്നത് കണ്ടപ്പോൾ ടീച്ചറും ആകെ വല്ലാണ്ടായി. എന്നിട്ട് സ്വരത്തിൽ അതിൻ്റേതായ ഒരു മാറ്റത്തോടു കൂടി തന്നെ ടീച്ചർ ചോദിച്ചു, ബേബി എന്തിനാ പഠിക്കണേ? ഞാൻ BA-ക്ക്. ഏതാ വിഷയം? മാത്തമാറ്റിക്സ്. അത് കേട്ടിട്ടാവും ടീച്ചറിൻ്റെ മുഖത്തൊരു സംശയഭാവം. അവർ വീണ്ടും ചോദിച്ചു, മാത്തമാറ്റിക്സോ? എനിക്ക് അറ്റത്തമൊന്നും പഠിക്കാനെത്താൻ പറ്റിയിട്ടില്ലെങ്കിലും എൻ്റെ കൂട്ടത്തിൽ പഠിച്ചവരൊക്കെ അപ്പോഴേക്കും ഡിഗ്രി ക്ലാസ്സുകളിൽ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഡിഗ്രിക്കുള്ള വിഷയങ്ങളെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ എനിക്കുണ്ട്. ഇയാൾ BA-ക്ക് പഠിക്കുകയാണെന്നും മാത്സാണ് വിഷയമെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ മനസ്സിൽ പറഞ്ഞു, ഈശോയെ, ഇയാൾ എന്തേ പറയുന്നത്? ഇങ്ങനെയൊന്നും പറയണമെന്ന് ഈ മനുഷ്യരോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതാണ്ട് ആകെ കുഴപ്പമാക്കുമെന്ന് തോന്നുന്നത്. എൻ്റെ പുണ്യാളാ, രക്ഷിക്കണേ. ഇയാൾ ഈ വക അക്രമം പറയേണ്ട യാതൊരു കാര്യവുമില്ല. ഇയാൾക്ക് മാന്യമായി പറയാം, എനിക്ക് ടൗണിൽ സോഡ ബിസിനസ്സാണെന്നും ഒപ്പം തന്നെ ഒരു കച്ചവടമുണ്ടെന്നും മറ്റും. കാരണം അതൊക്കെ ഈ മനുഷ്യനുണ്ട്. അത് പറഞ്ഞാൽ മതി. ഇത് വെറുതെ എന്നെ ചുറ്റിക്കാൻ ആവശ്യമില്ലാത്തൊക്കെ നിന്ന് കാച്ചാണ്. ഇയാളുടെ കടയുടെ മാത്രം കാര്യം പറഞ്ഞാൽ മതി, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ പറയണമെന്നാണ് ബേബിച്ചേട്ടനോട് ഞാൻ പറഞ്ഞിരുന്നത്.
ഇത് കേട്ടതിൽ പിന്നെ ടീച്ചർക്കും മിണ്ടാട്ടമില്ല. എന്നെ ക്ലാസ്സിൽ കടത്തിവിടാം, ചേട്ടനെ കൊണ്ടുവന്നതല്ലേ എന്ന നിലപാടിലൊക്കെ ടീച്ചർ നിൽക്കുമ്പോഴാണ് മനുഷ്യൻ ഈ കാച്ചൊക്കെ കാച്ചുന്നത്. എൻ്റെ ദൈവമേ, മരണത്തെ വിളിച്ചുകൊണ്ട് വന്നവൻ്റെ ജീവിതം പോയല്ലോ എന്ന് തന്നെയായി എൻ്റെ ചിന്ത. ടീച്ചറിൻ്റെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടപ്പോൾ ഇയാൾക്കും മനസ്സിലായി എന്തോ ഒരു പന്തികേടുണ്ടെന്ന്. പിന്നെയും ഇയാൾ പറയുകയാണ്, ടീച്ചറെ, ഇവനെ ഞാനങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. ടീച്ചർ അടിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഞങ്ങളുടെ വീട്ടിൽ ഒരു പരാതിയുമില്ല, ഒരു പ്രശ്നവുമില്ല. എങ്ങനെയെങ്കിലും ഈ കുരുത്തം കെട്ടവനൊന്ന് നന്നായാൽ മതി. അതാ വീട്ടിലെല്ലാവരുടെയും പ്രാർത്ഥന. അപ്പോഴേക്കും ഇയാളുടെ വാക്കൊക്കെ കുഴഞ്ഞു തുടങ്ങി. ആകെ ഫിറ്റാണ് ഇയാൾ. ശരിക്കും പൂച്ചിട്ട മൂപ്പരുടെ വരവെന്ന് എനിക്ക് മനസ്സിലായി. ആ 5 രൂപയുടെയും അകത്താക്കിയിട്ട വരവ്. ടീച്ചറെ കാണുന്നതിന് വേണ്ടിയുള്ള ധൈര്യം സമ്പാദിക്കാൻ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അന്ന് ഇന്നത്തെ പോലെയല്ല, 5 രൂപയ്ക്ക് ആവോളം ചാരായം കിട്ടുന്ന കാലമാണ്. അതൊക്കെ പള്ളയിൽ നിറച്ചിട്ടാണ് ബേബിച്ചേട്ടൻ എത്തിയിരിക്കുന്നത്. എൻ്റെ ഈശോയെ, ഇനി എന്തൊക്കെയാണാവോ ഉണ്ടാകാൻ പോവുക. അതായി എൻ്റെ ഉള്ളിലെ ഒരു പേടി. ടീച്ചറെ, ഈ സാധനം കയ്യിലും വെച്ചോ. എന്തെങ്കിലും കുഴപ്പം കാണിക്കുകയാണെങ്കിൽ ഇനി അടിക്കുകയും പിടിക്കുകയൊന്നും വേണ്ട. ഇതങ്ങോട്ട് അവൻ്റെ പള്ളയിലേക്ക് തന്നെ കയറ്റിയേക്ക്. ഇതും പറഞ്ഞ് അരയെന്ന് ഒരു കടാര വലിച്ചെടുത്ത മനുഷ്യൻ മേശപ്പുറത്ത് വെച്ചു. എന്തിനെന്നോ, അനുജനെ നേരെയാക്കാൻ. സ്വന്തം ചേട്ടൻ ടീച്ചർക്ക് ശിക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്ന സാധനമാണ് കടാരയെന്ന് ഓർക്കണം. ഏതെങ്കിലും കൂടെപ്പിറപ്പിനൊരു സഹോദരന് കഴിയുമോ സ്വന്തം സഹോദരൻ്റെ പള്ളയ്ക്ക് കുത്തിയേർക്കാനായി ഒരു കടാര എടുത്തു കൊടുക്കാൻ? അതും ഒരു ടീച്ചറുടെ വശമാണെന്ന് ഓർക്കണം. ഓ, എന്തു പറയാൻ, ഇയാളെൻ്റെ ജ്യേഷ്ഠനല്ലെന്നും അതിൻ്റെ പ്രായശ്ചിത്തത്തിനായി എൻ്റെ അപ്പനെ തന്നെ കൊണ്ടുവരേണ്ടി വരികയും അതിൻ്റെ പിന്നണിയായി അനുഭവിക്കേണ്ടി വന്ന ഒരു പങ്കപ്പാടൊന്നും പറയാണ്ടിരിക്കുക ഭേദം. അതിലപ്പുറം നാണക്കേടും. ഇതൊക്കെയാണെങ്കിലും ബേബി ചേട്ടനോടൊരു നന്ദിയുണ്ട്. കള്ളടിച്ചിട്ടാണെങ്കിലും ചേട്ടനാകാൻ പുള്ളി വന്നല്ലോ, അതിൻ്റെ നന്ദി.